മന്ത്രി രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോകുന്നതിന് പിന്നാലെയാണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നതും മന്ത്രിയായിട്ട് OR കേളുവിന് നറുക്ക് വീഴുന്നതും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നതിനപ്പുറം വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPM മന്ത്രി കൂടിയാണ്. എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി രാജ്ഭവനിൽ വെച്ചിട്ടാണ് വയനാട്ടിൽ നിന്നുമുള്ള CPMൻ്റെ ആദ്യ മന്ത്രി OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായിട്ട് അല്ലെങ്കിൽ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന് വയനാട്ടിൽ നിന്നുമുള്ള ആദ്യ മന്ത്രിയാണ് OR കേളു എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുറിച്യർ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രി, സംസ്ഥാനത്ത് കുറിച്യർ വനവാസി വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് OR കേളു. ആദ്യം 13ാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 13ാം നിയമസഭയിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മി ആയിരുന്നു ആദ്യ കുറിച്യർ വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ വനവാസി വിഭാഗത്തിൽ നിന്നുമുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി. ഒരുപാട് വിവാദങ്ങളും, അതായത് ഈ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതികരണങ്ങളും ഒക്കെ വന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു ഈ ഘട്ടം. അതോടൊപ്പം തന്നെ സർക്കാരും ഗവർണറും ഈ ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സർക്കാരും ഗവർണറും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടുള്ള രീതികളെന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ടേം അവസാനിച്ച മന്ത്രിമാർ ആന്റണി രാജുവിനും INL നേതാവ് കൂടിയായ അഹമ്മദ് ദേവർകോളിനും പകരമായിട്ട് വന്ന 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗവർണറുടെ ഭാഗത്തു നിന്നും ഗവർണറും മുഖ്യമന്ത്രിയും മുഖാമുഖം നോക്കാതിരുന്നതും പരസ്പരം കൈകൊടുത്ത് അഭിനന്ദനം അർപ്പിക്കാതിരുന്നതും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. അതുപോലെ ഇന്നത്തെ ഈ ചടങ്ങിന് ശേഷം, സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും സർക്കാർ പ്രതിനിധികളുടെ ഒക്കെ ഒരു നിലപാടും രീതികളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവും. കഴിഞ്ഞ തവണയും ഗവർണറുടെ ചായ സൽക്കാരം സർക്കാർ നിരസിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ വേറെ ഉണ്ട്. അതോടൊപ്പം തന്നെ OR കേളുവിൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതോടൊപ്പം തന്നെ CPMൻ്റെ സംസ്ഥാന സമിതിയിൽ അംഗവുമായ ഒരു വനവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രം കൊടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ അവഹേളിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും അതുപോലെ തന്നെ പട്ടികവർഗ ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ VN വാസവന് ദേവസ്വം വകുപ്പ് കൊടുത്തതിലും ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. ചില വിഭാഗം ആളുകളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂട്ടത്തോടെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ 3 വകുപ്പുകൾ 3 ആളുകൾക്കായിട്ട് കൈകാര്യം ചെയ്ത് കൊടുത്തത്. നമുക്കറിയാം, ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് വന്ന പ്രതിനിധിയായിരുന്നു R രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 3 വകുപ്പുകളാണ് പ്രധാനമായും വീതിച്ച് നൽകിയിരുന്നത്. പട്ടികജാതി പട്ടികവർഗം അതോടൊപ്പം തന്നെ ദേവസ്വം, പാർലമെന്റ് കാര്യാവം, അങ്ങനെ 3 വകുപ്പുകൾ വീതിച്ച് നൽകിയിരുന്നു. പക്ഷേ ഇതിന് CPM തന്നെ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഒരുപക്ഷെ MP രാജേഷ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പാർലമെന്ററി കാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രാധാകൃഷ്ണൻ നേരത്തെ തന്നെ CPM മന്ത്രിസഭയിൽ സ്പീക്കർ സ്ഥാനത്തും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തൊക്കെ വന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വകുപ്പ് നൽകിയിരുന്നത്. കൂടാതെ ഈ ദേവസ്വം പോലുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാവീണ്യം വേണം. ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ വാസവന് ഈ വകുപ്പ് കൂടി വിട്ടുകൊടുത്തത്, ദേവസ്വം വിട്ടുകൊടുത്തത്. വയനാട്ടിൽ നിന്നും ഒരു മന്ത്രിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ വയനാടിൻ്റെ പ്രധാന പ്രശ്നങ്ങളായിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷം, അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ പട്ടിണി, അതോടൊപ്പം തന്നെ ജനന മരണ നിരക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വനവാസി മേഖല അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിന് നേരിട്ടൊരു പക്ഷേ അറിയാൻ സാധിക്കും. അപ്പോൾ ആ വകുപ്പുകൾ തന്നെ ഒരുപാട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വകുപ്പ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ടാണ് അത്തരത്തിൽ ഒരു വകുപ്പ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നായിരുന്നു പ്രതികരണം. പക്ഷെ മറുപക്ഷത്ത് അതല്ല, കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ VN വാസവ് തുറമുഖം പോലൊരു വകുപ്പ്, INL നേതാവിൻ്റെ കയ്യിലിരുന്ന തുറമുഖ വകുപ്പ്
പിന്നീട് അത് വി എൻ വാസവന് വിഭജിച്ചു കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷനും വി എൻ വാസവൻ്റെ വിഭജിച്ചു കൊടുത്തു. കടന്നപ്പള്ളിക്ക് കൊടുത്തത്, അല്ലെങ്കിൽ പക്ഷേ കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തത് പുരാവസ്തു പോലുള്ള ഒരൊറ്റ വകുപ്പ് മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സമാനമായി തന്നെ ഇത്തവണയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് ഒരു പക്ഷേ ശരി തന്നെയാണ് ടിൻഡു. കാരണം ഓരോ മന്ത്രിമാരും മാറി മാറി വരുമ്പോൾ ഈ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. അത് പൊതുവായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അപ്പോൾ ഈ വിമർശനങ്ങളൊന്നും തന്നെ കാര്യമാക്കി എടുക്കേണ്ടതില്ല. ഈ മന്ത്രിക്ക് കിട്ടുന്ന വകുപ്പ് അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ നടപ്പിലാക്കുക, അതുമാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്.